ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേ നമ്മുടെ ചാനലിലെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതേ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി റെസിപ്പി ആയിട്ടാണ്. കുറേ നാളെ ഷവർമ്മ കഴിക്കണം എന്നൊരാഗ്രഹം. ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് നമ്മളിന്ന് ഷവർമ്മ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ചിക്കൻ കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ എല്ലൊക്കെ മാറ്റി നല്ല ഇറച്ചിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത്, പിന്നെ കുഗ്ഗൂസ് ഇല്ല. അപ്പം നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ ചപ്പാത്തിയുടെ മേളാട്ടോ നമ്മൾ ഷവർമ്മ ഉണ്ടാക്കാൻ പോണത്. ചപ്പാത്തിയാണ് നമ്മൾ ബേസായിട്ട് കൊടുക്കണത്. മയണൈസൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കും. അങ്ങനെ നമുക്ക് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ നമുക്ക് നമ്മുടെ ഷവർമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വന്നാലോ. സോ എല്ലാവർക്കും വെൽക്കം ടു നമ്മുടെ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം ഗൈസ്. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ ഉപ്പും മുളകും കുറച്ച് ചൊക്കയും വെളിച്ചെണ്ണയും എല്ലാം മിക്സാക്കി നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആട്ടോ. ഇനി ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താൽ മതി. നമ്മുടെ ക്യാബേജ് ഇവിടെ റെഡിയാണ്. ക്യാബേജും കുനുകുനാന്നരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് സവാള കുനുകുനാന്നരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി, കുറച്ച് കുക്കുംബർ, ഒരു കുക്കുംബറിൻ്റെ പകുതി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായി നമുക്ക് എടുക്കാമല്ലോ. പിന്നെ നമ്മുടെ മല്ലിയില ഇവിടെ ഓൾറെഡി സെറ്റാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഷവർമ്മയുടെ ബേസായിട്ട് നമ്മൾ എടുക്കുന്നത് ചപ്പാത്തി ആട്ടോ. അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് മാത്രമല്ല, നമ്മുടെ മൈദയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് നല്ല സോഫ്റ്റ് ആട്ടോ. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ചപ്പാത്തിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മുടെ ചപ്പാത്തിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ വറുത്തെടുക്കാം. ചിക്കൻ വറുത്തെടുക്കാനായിട്ട് വെളിച്ചെണ്ണ നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ പീസൊക്കെ വറുത്തെടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് നമ്മുടെ പച്ചക്കറികളില്ലേ, അതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കുക്കുംബർ ഒഴിച്ച്, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കുക്കുംബറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച് നമ്മുടെ ചിക്കനും അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട്, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി നമ്മുടെ ആ മിക്സറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചപ്പാത്തിനകത്തേക്ക് നമ്മുടെ മയണൈസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മയണൈസിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കെച്ചപ്പും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ആ മിക്സ്ചറില്ലേ, നമ്മൾ റെഡിയാക്കിയിട്ട് നമ്മുടെ ചിക്കനും വെജിറ്റബിൾസുള്ള ആ മിക്സ്ചർ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കണം കൊണ്ട് തന്നെ നമുക്ക് സമാധാനപൂർവ്വം കഴിക്കുകയൊക്കെ ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അത്ര ഒരു പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല. പിന്നെ നമ്മൾ ചപ്പാത്തിയല്ലേ എടുത്തേണേ, അപ്പോൾ അതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല. എങ്കിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അതിൻ്റെ മേലേക്കുള്ള കുറച്ച് ഒരു നുള്ള് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ മയണൈസ് ഇഷ്ടമുള്ളവർക്ക് ആവശ്യം പോലെ ആഡ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റത്തേൽ ഉണ്ടാക്കിയതിൽ കുറച്ച് മയണൈസ് കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഷവർമ്മ സെറ്റായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പേഴ്സണലി. കാരണം കുറേ നാളെ കഴിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമുക്കിപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ലല്ലോ. ചപ്പാത്തി വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാമല്ലോ. പിന്നെ ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ മതിയല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും തന്നെ ഇഷ്ടമായിട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. അങ്ങനെ നമ്മൾ ഇത്ര ഷവർമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.